ഗൈസ് ഒരു വലിയ വലിയ മിനി വ്ളോഗല്ല, ഒരു വലിയ വീഡിയോ തന്നെയാണ്. ഫസ്റ്റ് കളിയാണ്. ടീമേറ്റ് ബ്രദേഴ്സിൻ്റെ കൂടെ കളിക്കുന്നത്. അപ്പോൾ ടീമേറ്റ് ആദ്യം തന്നെ അടിച്ചിട്ടു. അപ്പോൾ നമ്മൾ നോക്കായിരുന്നു. ആ നോക്കായി കിടക്കുന്നത് നമ്മൾ അടിച്ചിട്ടത്. അത് നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണമാണ്. അപ്പോൾ നമ്മുടെ ചേട്ടന്മാർ എല്ലാവരുമാണ് നേരെ എംഫാൻഡർ അടുത്ത കളി കളിച്ചു. അപ്പോൾ ആ കളി പോയായിരുന്നു. എംഫാൻഡറിന് അടുത്ത കളി കളിച്ചപ്പം നമ്മുടെ ഏറ്റവും മൂത്ത ചേട്ടനെ അടിച്ചിട്ട് അതിന് ബൈസൺ കിട്ടിയപ്പോൾ എൻ്റെ ടീമിലുള്ള ചേട്ടൻ അവന്മാരെ ഒരുത്തനും കൊടുത്തു. അപ്പം എൻ്റെ ടീംമേറ്റ് അടിച്ചിട്ടപ്പോൾ ഞാൻ പൊട്ടസിന് അടുത്ത കളിയിൽ ക്ലോക്ക് ടവറിൽ വെച്ച് ഒരുത്തനെ എടുത്തിട്ട് അത് കഴിഞ്ഞ് അവിടുന്ന് പോയപ്പം മുകളിലായിരുന്നു. പിന്നെ തിരിച്ച് കയറി വന്ന് അടിക്കാണ്ടി നോക്കി, ഒന്നും കൊള്ളുന്നില്ല. ഒന്നും കൊള്ളാതെ നേരെ താടി ചാടി പതുക്കെ നോട്ട് കാണാൻ നോക്കിയപ്പം സൈഡിൽ ദണ്ടിറങ്ങി വരുന്നു. സൈഡിൽ ചെന്നപ്പം ഞാൻ കണ്ടില്ല. ഗ്ലൂ വാൾ കിടക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അവിടുന്ന് എംഫാൻഡർ കൊണ്ട പിടിക്കാൻ നോക്കി, അവിടെ നിന്നും കയറിയില്ല. പിന്നെ ചേട്ടന് നല്ല അടിയും കൂടെ കിട്ടി. അപ്പം നോക്കായി കഴിഞ്ഞ് പിന്നെ അവനടിക്കാൻ നോക്കിയിട്ട് ഒന്നും ഏൽക്കുന്നില്ലായിരുന്നു. അവനെ അടിച്ച് ഫസ്റ്റ് അടി കൊടുത്തു, പിന്നെ ഒരു അടി കൊടുത്തു പൊട്ടസിന്, പിന്നെ ഒരു അടി കൊടുത്തു, അത് കഴിഞ്ഞില്ല. പിന്നെ ഒരു അടിയും കൊടുത്തിട്ട് റഷ് ചെയ്ത് പോയ വണ്ടാ പഠിച്ചിട്ട്. അപ്പോൾ ആ കളിയും തോറ്റി നമ്മൾ നേരെ വിൻഡസ്റ്റർ എടുത്തിട്ട് വന്നിട്ട് അടിക്കാൻ നോക്കി. അപ്പോൾ നമ്മുടെ ചേട്ടൻ ഇപ്പം തന്നെ നോക്കായിപ്പോയി. ചെറിയൊരു പാനിക്കുണ്ടായിരുന്നു. അപ്പം ലോങ്ങിൽ നിന്ന് അടിക്കാണ്ടിരുന്നു. പക്ഷെ അവൻ ഷോട്ട് കയറി വന്നുകൊണ്ട് അടിക്കാൻ കുറച്ച് പാടായിരുന്നു. നമ്മൾ 1 ബുള്ളറ്റ് അടിച്ച് കളിക്കുമായിരുന്നു. പലവൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ മൊമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് പിന്നെ അടി കിട്ടിയ സൈഡ് കുറവായിരുന്നു. പിന്നെ ഒന്നും കയറുന്നില്ല, എയിം ലോക്കാകുന്നില്ല. അന്നത്തെ ഞങ്ങൾക്ക് അന്വേഷിച്ച് കയറുന്നില്ല. അപ്പോൾ നമ്മുടെ ചേട്ടൻ എടുത്തപ്പോൾ എനിക്ക് നല്ല ഡാം വന്നു. സൈഡിൽ നിന്ന് പിന്നെ അടിയിരുന്നു. ബാക്കിൽ വന്നവനെ അടിക്കാൻ നോക്കിയതാണ്. ജമ്പ് ഷോട്ട് അടിച്ചിട്ട് ചേട്ടൻ അത് കഴിഞ്ഞ് നേരെ ഒബ്സർവേറ്ററി വന്നു. ഇവിടെ എന്നെ അടിച്ചിട്ട് ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടന് ചെറിയൊരു അടി കൊടുത്ത് നോക്കാക്കി എന്നിട്ട് നമ്മുടെ ടീമേറ്റ് തന്നെ ഫിനിഷാക്കി. എന്നിട്ട് സൈഡിൽ വന്ന് പെട്ടെന്ന് ഞാൻ ബ്ലൂ വാൾഡ് കവർ ചെയ്ത് അടിക്കാണ്ട് നോക്കി. പക്ഷേ കുറച്ച് കണ്ട് അവിടെ ഹീല് കയറാണ്ട് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് പെട്ടെന്ന് ഒരു അടി എടുത്തപ്പോൾ ഗണ്ണ് റിലോഡ് ആയില്ല. പെട്ടെന്ന് മൊമെൻറ്റ്സ് കാണിച്ച് മാറി കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ച മാറി ഒരെണ്ണം കൊടുത്തു, കയറിയില്ല. പിന്നെ എനിമിയെ കാണുന്നില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക, കാണുന്നേ ഇല്ല. നോക്കുമ്പോൾ മുമ്പിൽ ഒരെണ്ണം കൊടുത്ത് പിന്നെ ഒരെണ്ണം കൊടുത്തപ്പോൾ എക്സോട്ട് കയറി. അത് കഴിഞ്ഞ് സ്വിച്ച് ഔട്ട് അടിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഓടി വന്നൊരു അടിയും കൊടുത്തപ്പം ഡൗണായി. പിന്നെ നേരെ നമ്മുടെ ബ്രിന്ന വില്ലേജായിരുന്നു. അവിടെ നിന്ന് നേരെ ഓടി വന്ന് ഒരുത്തന്നെ അടി കൊടുത്തിട്ട് അത് കയറിയില്ല. അത് ഞാൻ ഓടി വന്ന് ജമ്പ് ഷോട്ട് കൊടുത്തൊരു, അതുകൊണ്ട് തന്നെ പിന്നെ ഒരു അടി കൊടുത്തു. പിന്നെ നമ്മുടെ ടീമേറ്റ് അവനെ അങ്ങെടുത്തു. അത് കഴിഞ്ഞ് നേരെ സൈഡിലോട്ട് മുകളിലോട്ട് കയറിയപ്പം ഞാൻ താഴോട്ട് ചാടിയപ്പം ടീമേറ്റ് താഴോട്ട് ചാടി പെട്ടെന്ന് മുകളിലോട്ട് കയറിപ്പോയപ്പം നമ്മുടെ വേറെ തന്നെയും ഞാൻ പെട്ടെന്ന് ഇതടിച്ചപ്പം വെസ്റ്റ് ഒന്ന് റിപ്പയർ ആക്കിയത്. അപ്പോൾ തന്നെ കളി ജയിച്ചു. അത് നേരെ പീക്കിൽ ഞാൻ സൈഡിലോട്ട് കയറി വന്നപ്പോൾ അവർ ഉള്ളിൽ നേരെ ഞാൻ സൈഡിലോട്ട് അങ്ങോട്ട് പോയപ്പം ഒരുത്തൻ ടീമേറ്റ് എടുത്തു, ഒരുത്തൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൊടുക്കാൻ നോട്ട് ഒന്നും കയറാതെ ഞാനിങ്ങനെ അടിച്ചിട്ട് ഒന്നും കയറുന്നില്ല. പിന്നെ ഗ്ലൂ ആൾട്ട് അവൻ കവർ ചെയ്ത് ആ ഡോർ ഫുൾ ക്ലോസ് ആയി. അപ്പോൾ അപ്പുറത്തുനിന്ന് വന്നപ്പം അപ്പുറത്താവാൻ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ വെണ്ടറിനൊന്നും കൊടുക്കാൻ നോക്കി, അതും കയറ്റിയില്ല. ഗ്യാപ്പിൽ കൂടെ അടിക്കാൻ നോക്കി, അതും പറ്റിയില്ല. നോക്കുമ്പോൾ എന്നെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞാൻ ഒരു ജമ്പ് ഷോട്ട് എടുത്തു, കയറിയില്ല. പിന്നെ ഒരു അടി കൊടുത്തു, കയറിയില്ല. പിന്നെ ഒരു അടി കൊടുത്തു, കയറിയില്ല. അത് കഴിഞ്ഞ് ഐസിനെ അങ്ങോട്ട് കയറിയപ്പോൾ അവിടെ നിന്ന് അടിക്കുന്നില്ല. ചേട്ടൻ അതിലേക്കൂടെ കയറാൻ നോക്കിയില്ല. ഞാൻ അതിലേക്കൂടെ കയറി. ഇവിടെ നോക്കുമ്പോൾ എൻ്റെ വളരെ ദിവസം പോയി. പക്ഷേ അതെൻ്റെ ടീമേറ്റിൻ്റെ ഒരുപാട്. അപ്പോൾ അതിനകത്ത് വിട്ട് ചേട്ടൻ ചത്തുപോയി. 7-ആയി. ഞാൻ അടുത്ത കളി കളിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് ഒരെണ്ണം കൊടുക്കാൻ നോക്കി, പക്ഷെ അത് കയറിയില്ല. പിന്നെ അതും ക്യാപ്റ്റൗണിലായിരുന്നു. അത് കഴിഞ്ഞ് ചെറിയ അടി എടുത്തു. പിന്നെ അടി കൊടുക്കാൻ നോക്കിയപ്പം എൻ്റെ ടീമേറ്റ് അങ്ങ് എടുത്തു.
ഇപ്പം 4-3 ആയിട്ടുണ്ട്. കമ്പാക്ക് ആയിരുന്നു. എൻ്റെ നേരെ ആ കളി നമ്മൾ എടുത്തു. അപ്പോൾ 5-3 ആയി. അവിടുന്ന് നേരെ ചെറിയൊരു ബഗ് അടിച്ചു പോയി. അനങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ട് നേരെ പെട്ടെന്ന് അനങ്ങി വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു കണ്ടപ്പോൾ കൊടുത്തു. അത് റെക്കോർഡിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ സൈഡിലെടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ആ ചേട്ടനും കൊടുക്കാൻ നോക്കി, പക്ഷെ കയറിയില്ല. പിന്നെ അവിടുന്ന് നേരെ സൈഡിലോട്ട് വന്നപ്പം ടീമേറ്റ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കറങ്ങി അതിലേക്കൂടെ വന്ന് അപ്പുറത്തോടെ വന്ന് ഇങ്ങനെ അടിക്കാൻ നോക്കി. അവിടുന്ന് ഇങ്ങനെ ഒന്ന് അടിക്കാൻ നോക്കിയപ്പോൾ ടീമേറ്റിനെ അടിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് പൊക്കമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുമായിരുന്നു. അപ്പം ഗുരുവാൾ മാറാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പം ഗുരുവാൾ മാറിയപ്പോൾ ചാടി വന്നിട്ട് ജംഗ്ഷൻ കൊടുക്കാൻ നോക്കി, പക്ഷെ അതും കയറിയില്ല. പിന്നെ ഒരെണ്ണം കൊടുത്തു, ഒന്നും കയറുന്നില്ലായിരുന്നു. അതുകൊണ്ട് കുറേ കഴിഞ്ഞിട്ട് പിന്നെ സോൺ അപ്പുറത്തോട്ട് സിങ്ക് ആകാൻ തുടങ്ങി. അപ്പോൾ പതുക്കെ ഞാൻ ഒരു അടി കൊടുത്ത് നൈസിന് വലിഞ്ഞപ്പം മുമ്പിൽ നിൽപ്പുണ്ട്. ഞാൻ ഓർത്ത് അവിടെ നിന്ന് പോയി കാണുന്നു, പോയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും കുറേ ജംപ് ഷോട്ടൊക്കെ അടിക്കാൻ നോക്കി. പിന്നെ നൈസിന് പതുക്കെ അപ്പുറത്തോട്ട് വന്നപ്പം ഇവിടുന്ന് ഒരു അടി കൊടുത്തു. ബ്ലൂ ആൾട്ടും ഇപ്പുറത്തുനിന്ന് വരുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലൂ ആൾട്ട് അപ്പുറത്തുനിന്ന് വരട്ടെന്ന് ചോദിച്ചു. നോക്കും അപ്പുറത്തൊന്നും വന്നില്ല. ഞാൻ പിന്നെ അവിടെ കുറച്ച് നേരം കവർ ചെയ്തിരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇറങ്ങി വന്നു. അപ്പം ഓടി വന്നെണ്ണം കൊടുക്കാമെന്ന് വെച്ചു. പക്ഷേ MIT കൈ അതുപോലെ അറിയാത്തത് കൊണ്ട് പിന്നെ കൊടുത്തെങ്കിൽ കണ്ടാൽ പോരെ. അത് കഴിഞ്ഞ് നേരെ ലാസ്റ്റ് സോൺ നല്ലതായിട്ട് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടി തന്നെ പിന്നെയും. അപ്പോൾ ചേട്ടൻ സോണിനകത്ത് വിട്ടു. അപ്പോൾ ഞാനും സോണിനകത്ത് വിട്ട് പോയി. വെട്ടൻ അടിക്കാൻ നോക്കിയിട്ട് ചേട്ടന് ചെറുതായിട്ട് സോണിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അടിക്കാൻ നോക്കിയിട്ട് അവിടുന്ന് ചത്തുപോയി. അത് നേരെ സാൻഡോസെ വന്നിറങ്ങി. സാൻഡോസെ വന്നപ്പം 2 മിനിറ്റൊക്കെ ആയിരുന്നു. M500 എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരുത്തനെ നമ്മൾ സ്പോട്ട് ചെയ്തു. പക്ഷേ ആ ചേട്ടൻ ഭയങ്കര അടിയായിരുന്നു. പിന്നെ നമുക്ക് HP ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നിട്ട് ഹീൽ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് ഹീൽ ചെയ്തപ്പം അപ്പോൾ ടീമേറ്റ് ഒരുത്തനെ എടുത്തു. അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ നമ്മൾ കൊടുക്കാൻ നോക്കിയിട്ട് അവനെ എനിക്ക് അടിയാന്ന്. എൻ്റെ ടീമേറ്റ് അവനെ എടുത്തു. ടീമേറ്റ് ചേട്ടൻ മുളച്ച് സീനാണ്. പിന്നെ ലാസ്റ്റ് കളിയായി. അതായത് ഞങ്ങൾക്കൊരു കളി കൂടെ മതി ജയിക്കാൻ. അവർക്ക് ഇനി 2 കളിയും കൂടെ മതി. 3 കളിയും കൂടെ ഞങ്ങൾ. എന്നിട്ട് ഒരുത്തനെ നമുക്ക് ടീമേറ്റ് ഇപ്പം എടുക്കും. കുറച്ച് നേരം പിന്നെ അമ്മയായിട്ട് അടിക്കുന്നുണ്ട്. പിന്നെ ചുമ്മാ എക്സോട്ട് കയറുമ്പോൾ നോക്കിയതാണ് റെഡ് നമ്പർ കിട്ടുവാണ് അടിക്കായിരുന്നു. അപ്പോൾ എനിക്കിട്ട് അടിക്കുന്നത്. അപ്പം ചെറിയൊരു കണ്ടാപ്പ് കൊടുത്ത് അബദ്ധവാ. അത് കഴിഞ്ഞ് അവൻ കൊണ്ടുവന്നപ്പം പിന്നെയും ചേട്ടനെടുത്തു. ഇഷ്ടമായ